മീനുകൂടാ എന്തോ ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? പഞ്ചതന്ത്രം കഥയിലേ ആ. പഞ്ചവർണ്ണ കുടിലേ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ആ ഇവിടെ ഇത്ര 7 വർഷമായിട്ട് ഇരിക്കല്ലേ, ഇനി കേൾക്കാത്ത പാട്ടുകളൊന്നും ഇല്ല കേട്ടോ. അതെ, ഇപ്പൊ എൻസൈക്ലോപീഡിയാണ്, സംഗീതത്തിന്റെ എൻസൈക്ലോപീഡിയ മാറി നമ്മുടെ. മൂന്നാൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വിളിക്കാൻ മടിക്കണ്ട കേട്ടോ. പക്ഷെ ഈ പാട്ട് പാടാനായിട്ട് ഇപ്പൊ ഞാൻ വിളിക്കാൻ പോകുന്നത് നമ്മുടെ ഉണ്ണിയങ്കളുടെ പോലെ ഒരു ഉണ്ണിയാണ്. ഉണ്ണി? ആ അതെ, ഒരു ഉണ്ണിയാണ് വരാൻ പോകുന്നത്. പക്ഷേ ഈ ഉണ്ണി വന്നു കഴിഞ്ഞിട്ട് എനിക്ക് മധുവങ്കളോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. കാരണം ഈ ഉണ്ണി എന്നോട് പുറത്തുനിന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, മധുവങ്കൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. എന്ത്? അതെനിക്ക് സത്യമാണോ ചോദിച്ചറിയണം. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം കമ്മണിക്കുട്ടി ഓൺ സ്റ്റേജ്. ഉണ്ട് വളരെയധികം ഭീഷണിയുണ്ട്. ഓടി ജ്ഞാനക്കുട്ടി, ഹായ്. ഹായ്. ഇതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണല്ലോ. ആര്യ ചേച്ചിയോ? ലീവിലാ, ടൂർ പോയി. ഗസ്റ്റ് ഉണ്ടോ? ആരാത്? അതാരാ? വെൽക്കം ചേച്ചി. ആ പിന്നെ ആ വെൽക്കം അമ്മമ്മേ. ഓക്കെ, ഞങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് കാണുന്ന 2 ആൾക്കാരായത് ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ് ആട്ടോ നമ്മുടെ. പുതിയതായിട്ട് വന്നതാണല്ലേ? അതെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, കമ്മണിക്കുട്ടി എന്നോട് എന്താ പറഞ്ഞത്? മധുവങ്കൾ മീനൂട്ടി ഇവിടെ ഇല്ലാത്തപ്പോ എന്താ പറഞ്ഞേ? എന്താ ചോറ്റു പോകുന്നു പറഞ്ഞോ കൊച്ചിനോട്? ചോദിച്ചു പോകുന്നോ? ചോറ്റു പോകും, തോറ്റു പോകുന്നോ? അത് പറഞ്ഞു അല്ലേ? ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാട്ടോ. നമുക്ക് മീനൂട്ടി എന്നും ഇവിടെ ആവശ്യമുണ്ട്. തോറ്റാലും ഇത്ര നാളെ തോച്ചിട്ടാണോ ഇങ്ങോട്ട് വന്നേ? എന്നാലും ഇടയ്ക്കിടയ്ക്ക് 1-2 തോക്കൂലേ? ഇല്ല, ഞാൻ ജയിച്ചിട്ട് ഞാൻ വന്നോളാം. നിങ്ങൾ എന്നെ തോപ്പിക്കരുത് പ്ലീസ്. അല്ല, ജോലി കിട്ടുന്ന പ്രായമൊക്കെ ആയില്ലേ? 20 വയസ്സിലൊക്കെ ജോലി കിട്ടുമല്ലേ? അതെ, തോൽക്കില്ല ഉണ്ടെങ്കിൽ സത്യമായിട്ട്. ഞാൻ മനസ്സില്ല എന്തോ മധുവങ്കൾ വിചാരിച്ചിരിക്കായിരുന്നു അനൂപങ്ങളെ കൊണ്ട് പാട്ട് പാടിപ്പിക്കാനായിട്ട്. പാട്ട് ഇപ്പൊ മ്യൂസിക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആണോ? ഗംഭീര സോങ് ആണ്. പാട്ട് പാടും, മ്യൂസിക് ചെയ്യും. എന്നാ മ്യൂസിക് ചെയ്ത പാട്ട് തന്നെ ഇപ്പൊ ഒന്ന് കേൾക്കാം. 25 ഇൻസ്ട്രുമെന്റ് വായിക്കാം കേട്ടാ. അതിന്റെ കോളത്തിന്റെ വലിയ അഭിമാനാണ്. പുതിയ ഇൻസ്ട്രുമെന്റ് കണ്ടുപിടിച്ചിട്ട് വേണം. ലാലേട്ടനെ കൊണ്ട് പാട്ട് പഠിപ്പിച്ചില്ലേ ഇപ്പം? അതെ അതെ. ഏതാ സിനിമ? സിനിമയല്ല, ഒരു ക്രിസ്ത്യൻ ഡിവോഷണലാ. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ഞാൻ കണ്ടു കേട്ടോ. അപ്പൊ ഇതല്ലേ പാട്ട്? പഞ്ചതന്ത്രം അയ്യോ, സൂക്ഷിക്കുന്ന മൈക്ക കയ്യിലിരിക്കുന്നത്. അങ്ങനെയല്ലേ പാട്ട്? എനിക്കറിയില്ല, പഠിപ്പിച്ചു തരുമോ? ഇന്നൊന്ന് പഠിപ്പിച്ചേ. അതെന്താ പുതിയൊരു ആക്ഷൻ ആണുള്ളത്? MJ ഞങ്ങൾ അവിടെ പോയിരുന്നാലേ മ്യൂസിക് വന്നിട്ട് പാടൂ. അതാണ്. എനിക്കൊന്ന് പഠിപ്പിച്ചു തരൂ, 2 ലൈൻ. ഇല്ല, അവിടെ പോയിരുന്നാലേ പാടൂ. എനിക്ക് അതിന് അർഹതയില്ല. ആ ഒറ്റ വരി കേട്ടപ്പോഴേ നമുക്ക് മനസ്സിലായി. പോട്ടെ. ശരി, ബൈ ബൈ. അങ്ങോട്ട് പോട്ടെ. ശരി, ഞാനും പോവാം. മൈക്ക് ഞാൻ മേടിച്ചേക്കാം. ഓക്കെ, ബൈ ബൈ. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ഒരു വാഴ പാടി
സ്നേഹിച്ചു വാനം പാടി സ്നേഹിച്ചു. അവൾ ആസിച്ചു. അത് മധുവങ്ങൾ കേട്ടില്ല. അതെ അതെ അതെ. സോസന്നെ അറിഞ്ഞില്ല. സോസന്ന സോസന്റെ പുഷ്പങ്ങൾ. സോസന്ന പൂവിനെ പോലെയുണ്ട്, പഞ്ചവർണ്ണ പൈങ്കിളി പോലെയുണ്ട്, പിന്നെ ആരൊക്കെ പോലെയുണ്ട്? അതൊരു അതന്നെ. കിളിയാ അത്. അത് കിളിയല്ല, അതാണ് ഈ ആള്. എന്താണ്? പിന്നെ വാനമ്പാടി ആരാ? ധ്യാനക്കുട്ടി. ബേർഡ്. ആ ബേർഡാണ്, അതാണ് ധ്യാനക്കുട്ടി. എവിടുന്ന് കിട്ടിയത്? ഇപ്പൊ ഇന്ന് ഇന്ന് കിട്ടിയിട്ടുണ്ട്. കിട്ടിയത്. ക്ലാസിക്കൽ ഡാൻസ് അറിയോ? അതെങ്ങനെയാ? ദാസിക്കൽ ഗ്ലാൻസ്. അതെങ്ങനെയാ അത്? ഞാൻ ഒന്ന് കണ്ടതാ. തന്നെ പഠിച്ചാന്ന് എന്നോട് പറഞ്ഞത്. ഓ സൂപ്പർ ആയിട്ട് കൈയടിക്ക്. ക്ലാസിക്കൽ ഡാൻസ് ഒക്കെ പഠിച്ചല്ലേ? ഇതാണ് ക്ലാസിക്കൽ ഗ്ലാൻസോ? ഫോണില് കണ്ടിട്ട് അത് പഠിച്ചു. ഇതൊക്കെ പഠിച്ചോണ്ടേ? ഞാൻ പഠിക്കുന്നത് ലൂപ്പിലാണ്. അതെ അതെ അതെ. ചവിട്ടും അതിന്റെ കൂടെ അതാ ടാസ്ക്. അങ്ങനെ വേണം കേട്ടാ. എനിക്ക് പാട്ട് പഠിപ്പിച്ചരാന്ന് പറഞ്ഞിട്ട് പഠിപ്പിച്ചൊന്നുമില്ലല്ലോ. പിന്നെ ഒന്ന് പഠിപ്പിച്ചു തരുമോ? എന്റെ അങ്കിൾക്ക് ഒന്നും അറിയില്ല, അത് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം. ആണോ? ഒന്ന് പഠിപ്പിച്ചാലേ എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഞാൻ വീട്ടിൽ പോയി പ്രാക്ടീസ് ചെയ്തിട്ട് അടുത്ത ദിവസം ഒന്ന് പാടി കേൾപ്പിക്കാം. നീ പഠിപ്പിച്ചു തരുമോ? ഏത് പാട്ടാ പഠിപ്പിക്കണേ? ആ വാനം പാടിയെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കൂ. സഹിച്ചു. വാനം ഒരു പാടി. കാര്യം പറയട്ടെ, തപ്പു കൊത്തമ്പുറത്തെ പാട്ട്, ഇത് ഈ ചൂ പാട്ടില്ലേ, പഞ്ചതന്ത്രമുണ്ട്, ഇതിന്റെ പൊട്ട് തപ്പു കൊത്തമ്പുറുണ്ട്, ഇതിന്റെ രണ്ട് പാട്ടാണ് സെയിം. എനിക്ക് പഞ്ചതന്ത്രം പഠിച്ചാൽ മതി. ആലോചിക്കട്ടെ. ആലോചിക്കട്ടെ, ഇയാളെ ശിഷ്യനാക്കണമെന്ന് സെറ്റ്. ഗുഡ് ശിഷ്യൻ. പഠിപ്പിച്ച പഞ്ചതന്ത്രം കഥയിലെ പഞ്ചവർണ്ണ കുടി. മധുര മനസ്സിലായോ? ചെറുതായിട്ട്. പഞ്ചവർണ്ണ കുടിലിലെ അങ്ങനെയല്ലേ? അത് ശരിയാണ്. അയ്യോ മിസ്സിന് ഇഷ്ടപ്പെടില്ല. മിസ്സിന് തീരെ ഇഷ്ടപ്പെടില്ല. തലയ്ക്ക് കൈ വെച്ചു. അയ്യോ എന്തൊരു ചിരി. ഇങ്ങനെയൊക്കെയാണ് ഇവരൊക്കെ പാടണേന്ന്, എന്നിട്ടാണ് ഇവരൊക്കെ ഇവിടെ ഇരിക്കണേ. ശിഷ്യൻ മാറിയത് ഇഷ്ടമായില്ല. അങ്ങ് നാണക്കേടായി പോയി. ഞാൻ എൻജിയാങ്കിൾ മാത്രമല്ല പഠിപ്പിക്കാന്ന് പറഞ്ഞു. ഞാനാണ് മതിച്ചേട്ടൻ എന്തിനാ ഔട്ട് ചെയ്തത്? ഉണ്ണിയങ്കളിനെ പഠിപ്പിക്കണല്ലേ? അടുത്ത ലൈൻ ഒന്ന് പറഞ്ഞു കൊടുക്കൂ. അടുത്തത് മധുവങ്ങൾ. മധുവങ്ങൾ തന്നെ ഇനിയാ. എന്നെ ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ലേ? അറിയോ? ഏത് ലൈനാ? വാനം പാടി. ഞങ്ങൾക്ക് രണ്ടാ. പിന്നെയോ ഏതാ? കൂട്ടുകാരാണ്. ഒന്ന് പാടി. അറിയില്ല. കൂത്തുകാർ. പുഷ്പങ്ങൾ ചോടിച്ചു. പൂക്കൾ പുഷ്പങ്ങൾ ചോദിച്ചു. പുഷ്പങ്ങൾ ചൂടിച്ചു. ശ്വസന്റെ പുഷ്പം ചോടിച്ചു. പൂക്കൾ ചൂടിച്ചു. കറക്റ്റ് ആണോ? പുഷ്പങ്ങൾ. പെർഫെക്റ്റ്. അതെന്റെ സൗണ്ട് പോലെ മധുവങ്ങളെ പാടുന്നു. ആ ശബ്ദം പോലെ മതിയോ? ഈ ശബ്ദം പോലെ വേണോ? മധുവങ്ങളുടെ ശബ്ദം മധുവങ്ങൾ തന്നെ പാടണം. എന്റെ ശബ്ദത്തിൽ പാടണോ? ഐഡന്റിറ്റി ബിൽഡ് ചെയ്യാൻ. ഒറിജിനാലിറ്റി. അങ്ങനെ ചോശന്ന പുഷ്പങ്ങൾ. ഒന്നും കൂടിയും പാടും. അയ്യോ അവസാനത്തെ ലൈൻ പാടാം, ലാസ്റ്റ് ലൈൻ പാടാം. ഓക്കെ പാടിയേ. എങ്ങനെ പഠിപ്പിച്ചേ ടീച്ചറെ? പുഷ്പങ്ങൾ ചോടിച്ചു. ശോഷന്ന പുഷ്പങ്ങൾ ചൂടിച്ചു. എന്റെ
എന്നെയോ? പുഷ്പങ്ങൾ ചെടിയിച്ചു. എന്റെ ശോഷന പുഷ്പങ്ങൾ ചൂടിച്ചു. കറക്റ്റ് ആണോ? ആ, ഇനി ഉണ്ണിയങ്കൾ. ഉണ്ണിയങ്കൾ. എന്റെ അമ്മേ. അടുത്ത ലൈൻ ഏതാ ലൈൻ? എന്റെ ശബ്ദത്തിൽ വേണം, മോളുടെ ശബ്ദത്തിൽ. കൂട്ടുകാരറിഞ്ഞപ്പോൾ ഏതാ? ആണോ? കൂട്ടുകാർ അറിഞ്ഞപ്പോൾ. ആ ഓക്കെ ശരി. കൂട്ടുകാരറിഞ്ഞപ്പോൾ. ഉണ്ണിച്ചേട്ടാ. കൂട്ടുകാരറിഞ്ഞപ്പോൾ വീട്ടുകാരറിഞ്ഞപ്പോൾ കൂട്ടിലിരുന്നവർ കനവ് കണ്ടു. കൂട്ടിൽ നാട്ടിൻപുറത്താണ് ശരിക്കും. അതൊന്നും അതെ. വിഷയമല്ല, കൂട്ടി അതിനോട് പ്രസക്തമല്ല. കൂട്ടിലിരുന്നവർ കനവ് അതെ, അതെ. കണ്ടു. ആ. എന്തൊക്കെ തെറ്റാ പാടണെന്ന് അതെ അതെ അതെ. എനിക്ക് തെച്ചേ അറിയില്ല. മമ്മി പഠിപ്പിച്ച് തന്നാൽ എനിക്കറിയില്ല. ഓക്കെ. ആ അതെല്ലാം മമ്മിയുടെ കുറ്റാ. ലിറിക്സ് അറിയാതെ കൊണ്ട് മമ്മി അടിക്കും. മമ്മി എന്തിനാ തെറ്റായിട്ട് പഠിപ്പിച്ചു ലിറിക്സ് അറിഞ്ഞില്ലെങ്കിൽ പാട്ട് പഠിത്തോ? ലിറിക്സ് അറിഞ്ഞില്ലെങ്കിൽ അടിക്കുവോ? ആണ്. മമ്മിയെ കൊണ്ട് എക്സാമിനല്ല, ലിറിക്സ് മറന്നാൽ ആ അടിക്കും. അടിക്കും. എക്സാമിന് അടിക്കൂല. അതിന് കുഴപ്പമൊന്നുമില്ല, സ്കൂളിൽ പോകുമ്പോൾ തെറ്റിച്ച ഈ പ്രശ്നം. ലിറിക്സ് തെറ്റിച്ചാലാണ് അടിക്കുന്നത്. അടിക്കുക. മമ്മിയെ കൊണ്ട് തോറ്റു. അതെ, ഒന്നും ചെയ്യണ്ട. ഒന്നും ചെയ്യേണ്ട ആവശ്യം, മമ്മിയെ പറഞ്ഞു എന്നുള്ളത്. പാവാണല്ലേ? ആ അപ്പൊ ശോശനൻകുട്ടി സൂപ്പറായിട്ട് പാടിയേ. പോരട്ടെ, അങ്ങനെ ഒരു മധുരമഴ. ചെല്ല് ചെല്ല്. 10 1. വേഗം എടുത്തോ, വേഗം എടുത്തല്ലേ പ്രശ്നം. അല്ലെങ്കിൽ എടുത്തോണ്ട് പോയി. 1 2 4 6 7 8. ആ മതിയോ? മതിയോ? എന്ത് പറ്റി? ഇത്ര മതിയെന്ന്. ശരി, ബൈ ബൈ, ഗുഡ് നൈറ്റ്. ബൈ. ഉണ്ണി അങ്കിൾ, പറയൂ. ഇനി നമ്മുടെ ടോപ്പ് സിംഗറിന്റെ വൈദ്യുതി വരാൻ പോവാണ്. ഫുൾ ഇലക്ട്രിസിറ്റി നമുക്ക് അവിടെ നിന്നാണ് പാസ് ചെയ്തിങ്ങ് വരുന്നത്. അതെ. നമ്മുടെ ദ്വിതിക്കുട്ടീനെ വിളിച്ചാലോ? സലീൽദയുടെ റൗണ്ട് ആണ്. ലെറ്റ്സ് വെൽക്കം ദ്വിതിക്കുട്ടി ഓൺ സ്റ്റേജ്. അയ്യോടാ ചുന്ദരി. അയ്യോ. നാട്ടുംപുറത്തെ പെൺകുട്ടി. ദ്യുതിക്കുട്ടി. ഹായ്. ഹായ്. നല്ല രസം കേട്ടോ കാണാൻ. അതെ അതെ. എന്നുവെച്ചാ ഒരു വെറൈറ്റി നമ്മുടെ ദ്വിതിക്കുട്ടീന്റെ സ്പെഷ്യൽ വേറെ. ലുക്കാണുള്ളത് അല്ലേ? അതെ അതെ, ഭയങ്കര സ്പെഷ്യൽ ആ കണ്ണാടി വെക്കാതെ ഞാൻ ഇപ്പഴാ കാണുന്നേന്ന് തോന്നുന്നു. മാത്രല്ല കണ്ണെഴുതിയതും. കണ്ണ് എഴുതിയിട്ടുണ്ട്. ആ മുടിയുടെ നീളം കണ്ടോ ആരെങ്കിലും? ഒന്ന് തിരിഞ്ഞു കാണിച്ചു കൊടുത്തേ കുഞ്ഞ്. ഇതെങ്ങനെ ഇത്ര നീളം വെച്ചേ? പെട്ടെന്ന് കിടന്നിട്ട് എഴുന്നേറ്റപ്പോ ആണോ? ഒരു എണ്ണ തേച്ചതാ. ബിസ്മി ആന്റി വളർത്തി തന്നതാ. ആണോ? ഓ വളർത്തി നീ കൊടുത്തതാ. ആന്റി വളർത്തി തന്നതാ. താങ്ക് യു. ഈ പൂവോ? ഈ പൂവ് അമ്മ പറിച്ചെന്ന. നമ്മുടെ ഇവിടുന്ന് നമ്മുടെ സ്വന്തം തോട്ടത്തിലെ പൂവ്. ആണല്ലേ? ഓ. പറിച്ചു തന്നാ. അതെ. ഈ കോസ്റ്റ്യൂം, ഈ ഉടുപ്പാരാ? കോസ്റ്റ്യൂം ഒന്നും കിട്ടിയതാ. ഇവിടുന്ന് കിട്ടിയതാ. ഇവിടുന്ന് കിട്ടിയതാ അല്ലേ? അത് ഒന്ന് പറിച്ചെടുത്തതാ, ഒന്ന് കിട്ടിയതാ. അതെ. പിന്നെ വേറെ ഒന്ന് വളർത്തിയത്. ആ അതെ. ഇതൊക്കെ ചെയ്ത ആളാണ് ഇതാ നിക്കുന്നത്, ഉം. നമ്മുടെ കുട്ടി. ഇപ്പൊ കേൾക്കാറില്ല കേട്ടോ ഉണ്ണിച്ചേട്ടാ. നല്ല ഇവർക്ക് വർത്താനം സംസാരം തുടങ്ങി ഇപ്പൊ. പെട്ടെന്ന് ആൻസർ പറയുന്നുണ്ട്. അതെ, ഇപ്പൊ ഒത്തിരി വർത്താനൊക്കെ പറയും. ഒരു താങ്ക് യു മാത്രം വ്യത്യാസമില്ല. താങ്ക് യു. അത് തന്നെ. കഴിഞ്ഞ ദിവസം ഇവിടെ പറഞ്ഞില്ലേ, ക്ലോക്ക് പോലെയാണ്, അതുപോലെയാണ്. അതെ അതെ അതെ. സുന്ദരി ഉണ്ണിയങ്കളുടെ കണ്ടിട്ട് കുറച്ച് ദിവസമായില്ലേ? ഉണ്ണിയങ്കിൾ എവിടെയാ പോയി? എവിടെ പോയ എത്ര ദിവസം? കൊറേ ദൂരം യാത്രയിലായിരുന്നു. ഇടയ്ക്ക് ഇവിടെ വരണം. ഭീഷണിയാണ്. ഇടയ്ക്ക് ഇവിടെ വരണം. തീർച്ചയായിട്ടും വരും കേട്ടോ. മോളുടെ പാട്ട് കേൾക്കണ്ട ഇടയ്ക്കിടയ്ക്ക്. ഇന്നത്തെ പാട്ട് എന്ന് പറയുന്നത് നീല പൊന്മാൻ എന്ന് പറഞ്ഞ സിനിമയിലുള്ളല്ലേ? ആ, ഇതിന്റെ മ്യൂസിക് സലിൽദ അല്ലേ? സലിൽ ചൗധരി. ആ, പിന്നെ ഇത് എഴുതിയിരിക്കുന്ന വയലാറല്ലേ? അതെ. അതെ. വർഷം ഏതാണ്? വർഷം 1975. 75. 75. ഓക്കെ, 75. ഇത് പാടിയത് ജാനകിയമ്മ. ജാനകിയമ്മ. ജാനകിയമ്മ, അത്രേ ഉള്ളൂ. അപ്പൊ നന്നായിട്ട് പാടണേ. കിലും കിലുകിലും കിളിമര തോണി. പോരു നീ 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 പൂമാ
കിലുകിലും കിലുകിലും കിലുകിളി മരത്തോണി ഒരു കദളിയാറ്റ കിളിയിരിക്കും തളിർമരത്തോണി ഓ കിലും കിലുകിലും കിലുകളിയറിഞ്ഞാണം ഈ കരിമലയ്ക്ക് കന്നിയാർ ഒരു കുളിരറിഞ്ഞാണം ഒരു കളിയറിഞ്ഞാണം കിലുകിലും കിലുകിലും കിലുകിളി മരത്തോണി ഒരു കദളിയാറ്റ കിളിയിരിക്കും തളിർമരത്തോണി ഓ കിലും കിലുകിലും കിലുകളിയറിഞ്ഞാണം ഈ കരിമലയ്ക്ക് കന്നിയാർ ഒരു കുളിരറിഞ്ഞാണം ഒരു കളിയറിഞ്ഞാണം കിലുകിലും കിലുകിലും കിലുകിളി മരത്തോണി ഒരു കദളിയാറ്റ കിളിയിരിക്കും തളിർമരത്തോണി ഓ കിലും കിലുകിലും കിലുകളിയറിഞ്ഞാണം ഈ കരിമലയ്ക്ക് കന്നിയാർ ഒരു കുളിരറിഞ്ഞാണം ഒരു കളിയറിഞ്ഞാണം വെരി നൈസ് സൂപ്പർ സൂപ്പർ കലക്കി കലക്കി അങ്കുടി ഇങ്ങോട്ട് പോയേ അസലായിട്ട് പാടി അതെ സൂപ്പറായിരുന്നു സൂപ്പറാ സൂപ്പറായിരുന്നു കിലുകിലും ഈ പാട്ടൊക്കെ ക്ലാസിക് ആണ്. ക്ലാസിക് എന്ന് പറഞ്ഞാൽ ക്ലാസിക് ആണ്. അതെ. മാത്രമല്ല ഇതിന്റെ താളം ഇപ്പോൾ അനുപല്ലവി എടുക്കുന്നത് അത് ബിഫോർ ബീറ്റ് വരുന്നു. അതെല്ലാം ഇങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ട് ഈ കുഞ്ഞു പ്രായത്തിൽ നമ്മുടെ കുഞ്ഞുമകൾ പാടുന്നത് അത്ഭുതം എന്നല്ലാതെ വേറെ ഒരു വാക്കും എനിക്കത് കിട്ടുന്നില്ല. ഒരുപക്ഷെ ഞാനിത് റെപ്പറ്റീഷനായിരിക്കും ഇത് പറയുന്നത്, പക്ഷെ സത്യമാണ്. സത്യം റെപ്പറ്റീഷൻ ആണെങ്കിലും അത് സത്യമായിട്ട് പറയുന്നിടത്താണ് സത്യമുള്ളത് എന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഈ മകൾക്ക് ഒരുപാട് അനുഗ്രഹം, നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം കൊടുക്കണം. അത്രയും അത്ഭുതമാണ്. തുടക്കത്തിൽ തന്നെ പൂമാല പൂങ്കുഴലി, ആ ലീ എന്നുള്ള സ്ഥലത്തുള്ള ഒരു സംഗതി അതെന്താണ്, ഈസി ആയിട്ടല്ലേ, എഫേർട്ട്ലെസ് ഈസി ആയിട്ടല്ലേ, അതെങ്ങനെ പാടിയത്? ഇത്രേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ. മെഷീനിലിട്ട
മെഷീൻ കട്ട് ഡയമണ്ട് പോലെ. എന്നിട്ട് അവസാനം എക്കോയും പാടി നീ 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 അതെ. നീ 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 നീ. അതെന്തായിരുന്നു? നീരാട്ടിനു പോരു നീ 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 നീ. ജാനകിയമ്മ പോലും ആ നീ പാടിയിട്ടില്ല. അത് നമ്മുടെ അമ്മുക്കുട്ടി മാത്രമാണ് പാടിയിരിക്കണേ. ബാക്കി ഒരു സൗണ്ട് ടെക്കോ ആണ് ഇത്. അതെ. ആ. അതൊരു സംഭവല്ലേ? അതെ ഇതിനൂടി അതെ അതെ. ആ. പിന്നെ മേളിലുള്ള തരരരാര അത് പാടിയില്ലേ? ആ നോട്ട്, ഈ ഒരു ഹൈ നോട്ട് എങ്ങനെ ഹിറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ അമ്മുക്കുട്ടി നമുക്ക് പഠിപ്പിച്ചു തരാണ് കേട്ടോ. ഒന്ന് പഠിക്കേ. മലമുടികൾ മാറും. അതെ. പകൽ കിഴക്കുദിക്കുമ്പോൾ മലമുടികൾ മാറിഞ്ഞുറിഞ്ഞിട്ട് മഞ്ഞൊരുകുമ്പോൾ. നേരത്തെ പാടിയപ്പോ ഉഗ്രനായിരുന്നു അതെ, കേട്ടോ. ടേക്കില് നന്നായിരുന്നു. ഇപ്പൊ ചെറുതായിട്ട് അത് കുഴപ്പമില്ല. എന്നാലും അവിടെ എത്താനുള്ള ശ്രമം ഉണ്ടല്ലോ. അതെ, ഇങ്ങനെ വലിച്ചു പിടിച്ച് കയറുകയല്ലോ, അവിടെ കയറുകയാണല്ലോ. അതിന്റെ അടുത്ത ലൈനും ആ കമലപ്പൂവിന് നന്നായിരുന്നു. അസാധ്യമായിരുന്നു. ആ കമലപ്പൂ. അതെ അത് ജാനകിയമ്മ പാടിയ അതുപോലെ. അതെ അതെ. അതൊന്ന് പാടുമോളെ. മുങ്ങിക്കുളിച്ചു കീറണ കമലപ്പൂവിനു സൂപ്പർ സൂപ്പർ. എന്നല്ലാതെ വേറെ ഒന്നും പറയല്ല. വേണമെങ്കിൽ കുറച്ചുകൂടെ നീട്ടി പറയാം. വാവ്, അങ്ങനെയാണെങ്കിൽ പറയാം. അല്ലെ ഉണ്ണിച്ചേട്ടാ, ഉണ്ണിച്ചേട്ടൻ പോയേ. എനിക്കൊരു ഹഗ് ചെയ്യണം. ഈ അമ്മുക്കുട്ടിയുടെ മ്യൂസിക്കാലിറ്റി ഈസ് സോ വെരി ഹൈ എന്ന് തോന്നിയിട്ടുണ്ട് എപ്പോഴും. കാരണം അവള് എനിക്കിവിടെ ബൈ ബർത്ത് കിട്ടുന്നതായിരിക്കും ചിലപ്പോൾ, അല്ലേ? ഓരോ നോട്ട്സ് ഒക്കെ പാടുന്നത് നമ്മൾ അറിയാതെ എഫേർട്ട്ലെസ് ഈസിൽ അത് പോയിട്ട് ടച്ച് ചെയ്തിട്ട് സുഖമായിട്ട് വരികയാണ്. അതെ, അതിൽ യാതൊരു സംശയവും ഇല്ല. അവൾക്ക് ഒരു ഹെസിറ്റേഷൻ ഇല്ല. കറക്റ്റ് നോട്ട്സിൽ ടച്ച് ചെയ്തിട്ടാണ് വരുന്നത്. അത് ഏത് പാട്ട് പാടിയാലും അങ്ങനെയാണ്. അമേസിങ് ഗേൾ, അമേസിങ് ടാലന്റ് എന്ന് പറയണം. ഈ പാട്ട് ഞാൻ കേട്ടിട്ട് ഞാൻ തന്നെ എണീറ്റ് പോയി അവസാനം. കാരണം ഇത് ഈ പ്രായത്തിലുള്ള ഒരു കുട്ടി ഇതുമാതിരി പാടാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ്സ് എ ബോൺ ടാലന്റ്, അല്ലേ? അതെ. അപ്പൊ ദൈവം ശരിക്കും അനുഗ്രഹിച്ചിട്ടുള്ളൊരു ബ്ലെസ്ഡ് ഗേൾ ആണിത്. ഓക്കെ, നമ്മളെ ഒരുപാട് നല്ല പാട്ടുകൾ മോളെ തേടിയെത്തട്ടെ. ഒരു വലിയ സിംഗറായിട്ട് മോള് വളരട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. Thank you. Thank you. ഇങ്ങോട്ട് വരി, നിങ്ങൾ ഇങ്ങോട്ട് വരി. യെസ്, എനിക്കതൊക്കെ തന്നെ പറയാനുള്ളത്. ഇനി ഇത് കൂടുതൽ എന്ത് പറയാനാ? MJ അങ്കിളും ഉണ്ണി അങ്കിളും പറഞ്ഞില്ലേ, അടിപൊളിയായിരുന്നു. ഈ പാട്ട് ഇത്രയും കുഞ്ഞു കൊച്ച് ഇത്രയും നന്നായിട്ട് പാടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ വലിയ കാര്യമാണ്. മോളെ ഏത് ക്ലാസ്സിലാണ് മോളെ ഇപ്പോ? എത്രയല്ലേ? 3ാം ക്ലാസ്സിൽ. 3ാം ക്ലാസ്സിൽ പഠിക്കണ കൊച്ചാണ് ഈ പാടിയത്. ജാനകി അമ്മ കേട്ടഞ്ഞിട്ടു അല്ലേ? അതെ, ശരിക്കും ജാനകിയമ്മ കേൾക്കണായിരുന്നു. അത് അസലായിട്ട് പാടി കേൾപ്പിച്ചു കൊടുക്കാം. അതെ 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 അതെ. ഇപ്പൊ ആ പൂമാല പൂങ്കുഴലിയൊക്കെ എന്ത് രസമായിട്ട് ആ സംഗതി എൻഡ് ചെയ്തതൊക്കെ എന്ത് രസമായിരുന്നു. എനിക്ക് തോന്നുന്നത് ഏറ്റവും ലാസ്റ്റ് പല്ലവിയിൽ മാത്രം നിർത്തിയപ്പോ പൂമാല പൂങ്കുഴലി മാത്രം ചെറിയൊരു വോയിസ് ഒന്ന് ഷെയ്ക്കായി, അത്രേ ഉള്ളൂ. പക്ഷെ എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. എനിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ കമലപ്പൂവിനെന്ന് പാടിയത്. അത് കറക്റ്റ് എങ്ങനെയാണോ ഒരു റെക്കോർഡിലുള്ളത് അതുപോലെ തന്നെ. ടെക്നിക്കലി ഓൾസോ വെരി ബ്രില്യന്റ്. യെസ് 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 യെസ്, വെരി നൈസ്. പറഞ്ഞ പോലെ നല്ല ഭാവിയിൽ നല്ലൊരു ബിസി ആയിട്ടുള്ള പാട്ടുകാരിയായി തീരട്ടെ. യെസ്, ഓക്കെ, ആവുന്ന ഉറപ്പാണ്. ഓക്കെ, ബെസ്റ്റ് വിഷസ്. Thank you. Thank you. കമ്മണിക്കുട്ടി എന്താ ഇവിടെ വന്നിരിക്കുന്നത്? ദുതിക്കുട്ടി കൊണ്ടുവന്നാണോ? വരണം പറഞ്ഞിട്ട് വന്നതാ. കമ്മണിക്കുട്ടിക്ക് പാട്ട് കേൾക്കണായിരുന്നോ? അതുകൊണ്ടാണ് വന്നേ. ഫ്രണ്ടാണോ നിങ്ങള്? ബെസ്റ്റ് ഫ്രണ്ടാണോ? ഓഹോ, ഞാൻ ദീദിന്റെ കൂടെ റൂപ പോയിട്ട് അടിക്കടിക്ക് കളിക്കും. ഓ ശരി, ഓക്കെ. പക്ഷെ ദീദിന്റെ കൂടെ പാടും. ഓക്കെ, ഇപ്പൊ എത്ര മാർക്ക് കിട്ടുന്നേന്ന് നോക്കാം നമുക്ക് ദ്വിതിക്ക്. ഓക്കെ, എന്നാ ചോദിച്ചു നോക്കിയേ. ദീദിക്ക് എത്രയാ മാർക്ക് ഒന്ന് പറഞ്ഞേ, ധ്യാനക്കുട്ടി പറഞ്ഞേ. 100. യെസ്, ഇന്ന് നമ്മളെ അത്ഭുതപ്പെടുത്തിയ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന അത്ഭുത ബാലികയായ നമ്മുടെ ദ്യുതിക്കുട്ടിക്ക് ഇന്ന് കിട്ടുന്ന മാർക്ക് 100 out of 100 plus 1 star. ഒരട്ടങ്ങനെ ഒരു മധുരമഴ. ഇതെങ്ങോട്ട്? മിഠായി വറക്കാൻ. ഈ കരിമലക്ക് കന്യാറൊരു കുളിരഞ്ഞാണം
അങ്കിൾ നമ്മുടെ ദ്വിതിക്കുട്ടിയാണ് കേട്ടോ ഇന്നത്തെ പെർഫോമർ ഓഫ് ദ ഡേ. ഇത് നമുക്ക് ഈ മാമിനെ കൊണ്ട് കൊടുപ്പിക്കാം അല്ലേ? ആ മാം ധ്യാന മാം. മാം ഇത് പെറുക്കി കഴിഞ്ഞ് ഒന്ന് വരാമോ മാം? മാം ഇതൊന്ന് കൊടുക്കുവോ? ഓ പിടിക്കോ? ഓ ഒറ്റ കൈയോണ്ടാ. ദ്വിതിക്കുട്ടിക്ക് ബിലീവ് ആയിട്ടൊരു ഗിഫ്റ്റ് ഹാമ്പർ. എന്നിട്ട് ആള് പോയി. ഓ കൊടുത്തത് ഏറ്റവും സീനിയർ ആയിട്ടുള്ള മാം. എന്നാ ടാറ്റ രണ്ടുപേർക്കും. ബൈ. See you.